PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആദ്യഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എവിടെ നിന്നാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച കണക്കിലെ ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു, മാത്സ് ഒക്കെ ചെയ്യാൻ സമയം തികയാതെയൊക്കെ വന്നവരുണ്ട് അല്ലേ. അപ്പോൾ ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ചില ചോദ്യങ്ങളൊക്കെ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീഡിയോസിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ 2750 ആൾക്കാരിൽ ഒരാൾക്ക് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം വീതം വേണ്ടിവരും. ഒരു കുഴലാകൃതിയിലുള്ള ജലസംഭരണിയുടെ ഉയരം 7 മീറ്ററും വ്യാസം 10 മീറ്ററും ആണെങ്കിൽ അതിലെ ജലം എത്ര നാളത്തേക്കുണ്ടാവും? ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് 8, ഓക്കെ, 8ാം ക്ലാസ് ആണ്. 8ാം ക്ലാസ്സിലെ NCERT എക്സംപ്ലർ, ഓക്കെ, എക്സംപ്ലർ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ക്ലാസ് 8 NCERT എക്സംപ്ലർ ചാപ്റ്റർ മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൽ ഈ ചോദ്യം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാനിവിടെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കാം. എ ഹൗസിംഗ് സൊസൈറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 5500 people needs 100 liters of water per person per day. The cylindrical supply tank is 7 meter high and has a diameter 10 meter. For how many days will the water in the tank last for the society? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? എ ഹൗസിംഗ് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് 5500 എന്നുള്ളത് നമുക്ക് തന്നപ്പോൾ 2750 ആക്കിയിട്ട് തന്നു. ബാക്കിയെല്ലാം കറക്റ്റാണ്. 100 ലിറ്റർ വെള്ളം അല്ലേ, 100 ലിറ്റർ ഓഫ് വാട്ടർ, ദെൻ അത് കഴിഞ്ഞ് 7 മീറ്റർ ഹൈറ്റ്, 7 മീറ്റർ, ദെൻ വ്യാസം 10 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 10 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ 5500 2750 ആക്കി മാറ്റി എന്ന് മാത്രമുള്ള ഒരു ചേഞ്ച് അവിടെ വരുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചോദ്യം അതുപോലെ തന്നെ എടുത്തിരിക്കുകയാണ്, ഒരു നമ്പർ മാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു 8ാം ക്ലാസ് NCERT എക്സംപ്ലർ ചാപ്റ്റർ മെൻസുറേഷൻ ആണ്. അപ്പോൾ CBSE സിലബസ് ഉള്ള കുട്ടികൾ, CBSE പഠിക്കുന്ന കുട്ടികളുടെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററുമാണ്. 1/16 മീറ്റർ സ്ക്വയർ ഉള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ ഭാഗികമായി മൂടി. ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണ്? ഇതും CBSE തന്നെയാണ്. മാത്സ് NCERT എക്സംപ്ലർ ടെക്സ്റ്റ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റാണ്. ഓക്കെ, 6ാം ക്ലാസ്സിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. 6ാം ക്ലാസ്സിലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ചോദ്യം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഫ്ലോർ ഓഫ് എ റൂം ആർ 5 മീറ്റർ ആൻഡ് 3 മീറ്റർ റെസ്പെക്റ്റീവ്ലി. 40 tiles each with area 1/16 meter square are used to cover the floor partially. Find the ratio of the tiled and non tiled portion of the floor. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുമാത്രം ചേഞ്ച് ചെയ്ത് തന്നു? ഈ കിടക്കുന്ന വാല്യൂ 5 മീറ്റർ ആൻഡ് 3 മീറ്റർ എന്നുള്ളത് നമുക്ക് 7.5 ആൻഡ് 2 മീറ്റർ എന്ന് തന്നു. ബാക്കിയെല്ലാം കറക്റ്റാണ്. 1/16 മീറ്റർ, 40 ടൈൽസ്, കണ്ടോ? അപ്പോൾ അതേ ചോദ്യം തന്നെ നമ്പർ മാത്രം മാറ്റിയിട്ട് ഇങ്ങോട്ട് ഇട്ടു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 6ാം ക്ലാസ് NCERT എക്സംപ്ലർ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സ്മാരക ട്രസ്റ്റ് നൽകിയ 10 ലക്ഷം രൂപയുടെ പലിശയിൽ നിന്നുമാണ് വിദ്യാലയത്തിലെ വാർഷിക പരീക്ഷയിൽ ആദ്യ 3 സ്ഥാനത്ത് എത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ തുക വർഷം 12% പലിശ നേടുന്നുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്തിന് യഥാക്രമം 40,000 25,000 സ്കോളർഷിപ്പ് നൽകുന്നു. എങ്കിൽ 1ാം സ്ഥാനത്തുള്ള വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എത്രയെന്ന് കണ്ടെത്തുക. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് 7ാം ക്ലാസ് NCERT എക്സംപ്ലർ ടെക്സ്റ്റ് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. എന്താണ് ചാപ്റ്റർ പേര്? കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 7ാം ക്ലാസ് NCERT എക്സംപ്ലർ എന്ന് പറയുന്ന ടെക്സ്റ്റ് കേട്ടോ. എ മെമ്മോറിയൽ
എ മെമ്മോറിയൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ. എ മെമ്മോറിയൽ ട്രസ്റ്റ് ഡൊണേറ്റ്സ്, ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 5 lakh. നമുക്കത് 10 lakhs ആയിട്ട് തന്നു. To a school, the interest on which is to be used for awarding 3 scholarships to students obtaining first 3 positions in the school examination every year if the donation earns an interest of 12% per annum and the values of the second and third scholarships are 20,000 and 15,000 respectively. Find out the values of the first scholarship. അല്ലേ, അവിടെ 10 ലക്ഷമായി തന്നു, ഇവിടെ 5 ലക്ഷം എന്നാണ്. നമുക്ക് ടെക്സ്റ്റിൽ ശരിക്കുള്ളത് 5 ലക്ഷമാണ്, അത് 10 ലക്ഷമാക്കി. പലിശ 12% തന്നെ. പിന്നെ 40,000 25,000 മാറ്റിയിട്ട് 20,000 15,000 ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ജസ്റ്റ് വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ആ പ്രോബ്ലം അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു തേയില കച്ചവടക്കാരി 2 ഇനം തേയിലകൾ 5:4 എന്ന അനുപാതത്തിൽ യോജിപ്പിച്ചു. ആദ്യ ഇനം തേയിലയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും രണ്ടാമത്തേതിന് കിലോയ്ക്ക് 300 രൂപയും വിലയാണ്. തേയില യോജിപ്പിച്ചത് വിൽക്കുന്നത് കിലോയ്ക്ക് 250 രൂപയ്ക്കാണെങ്കിൽ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണക്കാക്കുക. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നതും CBSE തന്നെയാണ്. NCERT എക്സാംപ്ലർ ക്ലാസ് 7 ആണ്, 7ാം ക്ലാസ്സിൽ. കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ സെയിം അതേ പേജ് നമ്പറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു പേജിലെ തന്നെ 2 ചോദ്യം അതുപോലെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എ ടീ മർച്ചന്റ് ബ്ലെൻഡ്സ് 2 varieties of tea into the ratio 5:4. The cost of first variety is rupees 200 per kg and that of second variety is rupees 300 per kg. If he sells the blended tea at the rate of 275 per kg, find out the percentage of her profit or loss. അപ്പോൾ 5:4 അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, 200 രൂപ എന്നുള്ളതും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, 300 രൂപ എന്നുള്ളതും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, മൊത്തത്തിൽ ചേർത്ത് വിൽക്കുന്നത് 250 രൂപ എന്നുള്ളത് ഇവിടെ ടെക്സ്റ്റിൽ 275 ആണ്, അതിന് 250 ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 ചോദ്യമാണ് നമ്മൾ ഇന്ന് എടുത്തു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 ചോദ്യം ഞാൻ പറഞ്ഞതുപോലെ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുൾ CBSE കുട്ടികളുടെ NCERT എക്സാംപ്ലർ ടെക്സ്റ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ഹൈയിങ് സൊസൈറ്റി എന്നുള്ള ആ ഒരു ചോദ്യം. മെൻസുറേഷൻ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നുമാണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മെമ്മോറിയൽ എന്ന് പറയുന്ന തുടങ്ങുന്ന പ്രോബ്ലം 7ാം ക്ലാസ്സിലെ NCERT എക്സാംപ്ലർ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ആണ്. 4ാമത്തേത് എ ടീ മർച്ചന്റ് എന്നുള്ളത് 7ാം ക്ലാസ് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ചോദ്യവും CBSE ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ അടുത്ത ഘട്ട പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർ ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. NCERT മസ്റ്റാണ്. അതിലുള്ള പ്രോബ്ലംസൊക്കെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു പേജിൽ നിന്ന് 2 ചോദ്യം വെച്ചിട്ടൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ ചെയ്യുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഇതിൻ്റെ PDF വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം കേട്ടോ, നിങ്ങൾക്ക് ആ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.